ഹലോ ഗായ്സ്, ഇത് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ബ്രിഡ്ജ് ഫ്ലൈയിൽ നമ്മൾ ക്വാളിറ്റി രീതിയിൽ ഒരു VRX ഫുള്ളി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഫുൾ സൈഡ് കാണിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം എന്നൊരു വീഡിയോ ആണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇത്. നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് അത് ഇളക്കിയാൽ പോലും നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. അതുകൊണ്ട് ഒന്ന് കണ്ടിരുന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാലും സെറ്റ് ചെയ്യുക, സ്വന്തമായിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ള VRX ഒക്കെ നമ്മൾ സിമ്പിളായിട്ട് അത് പറഞ്ഞു തരുന്നതാണ്. ക്വാളിറ്റി രീതിയിൽ ഒരു VRX സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് പ്രാധാന്യം നെറ്റ്വർക്ക് ബോർഡിന് ഒരു വലിയൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്ക് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2-way നെറ്റ്വർക്ക് ബോർഡാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ വയ്ക്കുന്നത് നമ്മളെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ AX+ൻ്റെ 800 വാട്ട്സിൻ്റെ നിയോണി സ്പീക്കറാണ് യൂസ് ചെയ്യുന്നത്. 4-inch കോയിലുള്ള സ്പീക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ 150 വാട്ട്സിൻ്റെ നിയോഡിയോ HF ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്ലസ് അതിൽ എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ നെറ്റ്വർക്ക് ബോർഡിൻ്റെ ബാക്ക് പ്ലേറ്റ് ആണ്. ആ പ്ലേറ്റിൽ എല്ലാ കൺട്രോൾസും വർക്കിംഗ് ടൈപ്പാണ് വരുന്നത്, സ്വിച്ചെല്ലാം വർക്കിംഗ് ടൈപ്പാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഗ്രില്ല് തുറന്ന് കാണുന്ന മുമ്പേ അഥവാ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളെ ക്വാളിറ്റി രീതിയിലുള്ള ബ്രിഡ്ജ് ഫ്ലൈ യൂസ് ചെയ്തിട്ടുള്ള ടൈപ്പാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്ക്രൂ ഇൻബിൽട്ടായിട്ട് തന്നെ ഒരു 6 കാണുന്നതാണ്. ഈ ഫ്ലെയർ ഇളക്കിയെടുക്കുന്ന മുമ്പ് ശ്രദ്ധിക്കേണ്ട വേറെ ഒന്നുമല്ല, നമ്മൾ ബാക്കിൽ 2 സ്ക്രൂ ടൈപ്പ് വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് മാത്രമേ ഇതേപോലെ ഇളക്കിയെടുക്കാവൂ. ഈ HF ഇൻബിൽട്ടായിട്ട് തന്നെ നമുക്ക് 4 HFൻ്റെ സ്ക്രൂ കിട്ടുന്നുണ്ട്. ആ സ്ക്രൂ നല്ല വൃത്തി ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ HF പ്ലെയറിലോട്ട് അത് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ വാഷറും സ്ക്രൂവും വെച്ച് നല്ല വൃത്തിയായി ടൈറ്റ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തണം. നെറ്റ്വർക്ക് വയ്ക്കുന്ന മുമ്പേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാമേജ് ഫാക്ടറായിട്ട് ഒട്ടിച്ചിരിക്കുന്ന ആ പഞ്ഞിയിൽ എന്തെങ്കിലും സ്റ്റാപ്ലെയറിൻ്റെ പിന്നോ അങ്ങനെ വല്ല കണ്ടൻറ്റ് വല്ലതും ഉണ്ടോ നോക്കണം, കൈവച്ച് നോക്കണം. നോക്കിയിട്ട് ഉണ്ടെങ്കിൽ അത് ഇളക്കി കളയാൻ മാക്സിമം ശ്രമിക്കണം. കാരണം നെറ്റ്വർക്ക് കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് ഷോർട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതെല്ലാം നോക്കി ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ നെറ്റ്വർക്ക് കൂടെ ജസ്റ്റ് പ്ലേസ് ചെയ്തിട്ട് ബാക്ക് പ്ലേറ്റിലോട്ട് പോയിട്ട് ബാക്ക് പ്ലേറ്റ് വൈബ്രേഷൻ വരാതിരിക്കാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ പ്ലേറ്റ് നമ്മളെ സൗണ്ട് നോയ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഡബിൾ ടാപ്പ് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലാക്ക് പ്ലേറ്റ് പ്ലേസ് ചെയ്ത് സ്ക്രൂ ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ ടൈറ്റ് നമ്മൾ നെറ്റ്വർക്ക് ബോർഡാണ്, അത് ഫുള്ളി ടൈറ്റ് ചെയ്യുക, വളരെ ശ്രദ്ധാപൂർവ്വം ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡബിൾ ടാപ്പ് യൂസ് ചെയ്ത് ഫ്ലെയറും നമ്മളെ സ്പീക്കറിൻ്റെ ഭാഗവും ഡബിൾ ടാപ്പ് യൂസ് ചെയ്യുക. അത് വൈബ്രേഷന് ഒരു കാരണം ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ കാരണം നമ്മളെ മെറ്റൽ ഭാഗം വരുമ്പം ചെറിയ വൈബ്രേഷൻ്റെ സൗണ്ട് വരുന്നുണ്ട്. കസ്റ്റമർ പറയാറുണ്ട് വൈബ്രേഷൻ വരുന്നുണ്ട്. അത് ഇതുകൊണ്ട് മാത്രമാണ് വരുന്നത്, മെയിൻലി ഒരു കാരണം വരുന്നത്. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കാൻ നോക്കുക. അതിനുശേഷം ഫുൾ സ്ക്രൂ ചെയ്ത് നല്ല ശ്രദ്ധാപൂർവ്വം തന്നെ ഇത് ടൈറ്റ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ തെന്നി മാറിക്കഴിഞ്ഞാൽ നമ്മളെ സ്പീക്കർ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അടുത്ത് നമ്മൾ സെറ്റ് ചെയ്യണം നമ്മൾ HF ലൈനാണ്. HF ലൈന് നമ്മൾ മഞ്ഞ പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവാണ് വരുന്നത്. ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമേ പറഞ്ഞില്ല ഒരു സ്ക്രൂ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സ്ക്രൂ നല്ല വൃത്തിയേനെ നല്ല ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല വൃത്തിയായി ടൈറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ട് നോക്കുക, കറക്റ്റ് തന്നെയാണ്, എന്തെങ്കിലും ഒരു വിടവോ എന്തെങ്കിലും ഫാൾട്ടോ വല്ലതും ഉണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഫുള്ളി ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. എന്നാലും ഒരു ചെക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം.